യൂജീനിയ വിഭാഗത്തിൽപ്പെട്ട അലങ്കാര ചെടികൾ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്നതാണ്. അതെനിക്കിവിടെ നല്ല അനുഭവമാണ്. ഇവിടെ ഈ 2 ചെടി നല്ല ഉഷാറിൽ വരുന്നുണ്ട്. വേറെ 1-2 ചെടിയും കൂടെ ഉണ്ട്. കാര്യമായിട്ട് വലിയ പരിചരണമൊന്നും വേണ്ടി വന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. നല്ല രസമുള്ള തളിരിലകളാണ് ഇവയ്ക്ക്. പഴയ ഇലകൾക്ക് വലിയ ഭംഗിയില്ല. പച്ച, കടും പച്ച, അതൊരു രസം ഉണ്ടാവില്ല. പക്ഷേ തളിരിനാണ് ഭംഗി. ഇത് ഇവിടെ കുറച്ച് കാലമായിട്ടുണ്ട്, 1-2 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി നിലനിർത്താനും ആരോഗ്യത്തോടെ വളരാനും ചില കാര്യങ്ങളൊക്കെ ഉപയോഗമുള്ളതായിട്ട് ഞാനിങ്ങനെ വായിച്ചു. അതൊന്ന് പങ്കുവയ്ക്കാം. യൂജീനിയ ചെടികൾക്ക് നല്ലതുപോലെ സൂര്യപ്രകാശം ആവശ്യമാണ്. ഇവിടെ വെച്ചിരിക്കുന്ന നല്ല വെയിലുള്ള മുറ്റത്തിൻ്റെ നടുക്കാണ്. വീഡിയോ ക്ലിപ്പ് എടുക്കുന്ന നേരത്ത് വെയിൽ നല്ല സുഖമായിരുന്നു കൊള്ളാൻ. നേരിട്ട് വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് അല്ലെ ഭാഗികമായി തണലുള്ളിടത്ത് വേണേൽ നടാം. ഇടയ്ക്ക് ഞങ്ങളിവിടെ സൈഡിലൊക്കെ വയ്ക്കാറുണ്ട്. വെയിൽ കുറഞ്ഞാൽ പക്ഷേ ഇലകളുടെ തിളക്കം കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് ശരിയാണ്. ഇവിടെ നല്ല വെയിലത്ത് നിൽക്കുന്നതിനാണ് നല്ല തിളക്കം. ചെടിയുടെ ചുവട്ടിലെ മണ്ണ് എപ്പോഴും നേരിയ ഈർപ്പമുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് വെയിലത്ത് നിൽക്കുമ്പോൾ ശരിക്കും ഒരു പ്രശ്നമാണ്. ഈ ചെടിക്ക് ഞാൻ പക്ഷേ ഡ്രിപ്പ് ഇറിഗേഷനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. മുറ്റത്തിൻ്റെ നടുക്കായതുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യാൻ ഒരു സുഖമില്ല. വേനൽക്കാലത്ത് ദിവസം നനയ്ക്കുന്നത് നല്ലതാണ്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അത് വേര് ചെയ്യലിന് കാരണമാവും. അതൊരു എല്ലാ ചെടികൾക്കുമുള്ള പ്രശ്നം തന്നെയാണ്. മണ്ണിൻ്റെ ഉപരിതലം ഉണങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അടുത്ത തവണ നനയ്ക്കുക. അതൊന്നും നോക്കാറില്ല. രാവിലെ ഒരു തവണ നനയ്ക്കും. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിൽ സെൻസറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻസർ വെച്ചിട്ട് നനവ് കുറയുമ്പോൾ ഇസ്രായേലിലൊക്കെ കൃഷിക്ക് അത് ഒരുപാട് ഉപയോഗിക്കണമെന്നാണ് പറയണേ. നമ്മുടെ നാട്ടിലും ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല എന്ന് മാത്രം. നന്നായി വെള്ളം വാർന്നു പോകുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അനുയോജ്യം. ഇവിടെ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സാണ്. ചെടിച്ചട്ടിയുടെ അടിയിൽ ദ്വാരട്ടുണ്ടാവും. അപ്പോൾ അധികം വെള്ളം ഉണ്ടായാൽ അത് ഒലിച്ചു പോയിക്കോളും. 2 മാസത്തിലൊരിക്കൽ ജൈവവളങ്ങൾ, ചാണകപ്പൊടി, എല്ലുപൊടി അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക്, ലായനിയൊക്കെ നൽകുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇവിടെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഞാനധികം വളം ചെയ്യാറ് പച്ചക്കറി ചെടികൾക്കാണ്. മറ്റേ അലങ്കാര സസ്യങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യും കേട്ടോ. അപ്പോൾ നാൾ ബൊഗെയിൻവില്ലയ്ക്ക് പൂവൊക്കെ നിന്ന് പോയപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ അങ്ങനത്തെ വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊതുവേ ഞാൻ അലങ്കാര സസ്യങ്ങൾക്കൊന്നും ചെയ്ത് കൊടുക്കാറില്ല. ചെടി പെട്ടെന്ന് താഴ്ച വളരാൻ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ മിതമായി ഉപയോഗിക്കാം. അത് ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഞാൻ മറന്നുപോയതാണ്. NPK മിക്സ്ചർ കലക്കുന്ന സമയത്ത് ബാക്കി ഉണ്ടാകുമ്പോൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. യൂജീനിയ ചെടികൾ മനോഹരമായ ആകൃതിയിൽ നിലനിർത്താൻ പ്രൂണിങ് അത്യാവശ്യമാണ്. അതെല്ലാ തോട്ടക്കാരും ചെയ്യുന്നതാണ്. ഇവ വേഗത്തിൽ വളരുന്നതിനാൽ കൃത്യമായ ഇടവേളകളിൽ മുറിച്ച് നിലനിർത്തിയാൽ ഇഷ്ടമുള്ള ആകൃതിയിൽ റൗണ്ട്, കോണ്, ഹെഡ്ജൊക്കെ ആയിട്ട് നിലനിർത്താം. അത് ഇവിടെ ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് ഇല അധികം വന്നു കഴിഞ്ഞാൽ ഒക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കും. ഒരുവിധമൊക്കെ, അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ തോട്ടക്കാരൻ ചെയ്യണ സ്റ്റൈലൊന്നും ചെയ്യാറില്ല. ഇലകൾ തിങ്ങി നിറയാൻ പ്രൂണിങ് സഹായിക്കും. സാധാരണയായി കീടശല്യം കുറവാണെങ്കിലും വെള്ളീച്ചകളുടെ, അതായത് വൈറ്റ് ഫ്ലൈസ്, ശൽക്ക കീടങ്ങൾ, സ്കെയിൽസ് ശല്യം കണ്ടാൽ വേപ്പെണ്ണ മിശ്രിതം നീം ഓയിൽ സ്പ്രേ തളിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ വേണ്ടി വന്നിട്ടില്ല. ഇവിടെ എല്ലാം പച്ചക്കറി ചെടികൾക്കാണ് ഒരു രക്ഷയില്ലാത്ത കീടങ്ങൾ. ഒരുപക്ഷെ കുറേ പച്ചക്കറി ചെടികളുള്ളതുകൊണ്ട് കീടങ്ങൾക്ക് അത് തിന്നാൻ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം. ഗാർഡൻ പ്ലാന്റ്സിന് വലുതായിട്ടില്ല. ഉണ്ട്, ഒരു നല്ല ഭംഗിയുള്ളൊരു മൺ പ്ലാന്റ് ഉണ്ട്. അതിന് ഇഷ്ടംപോലെ കീടബാധയുണ്ട്. ബാക്കി യൂജീനിയയ്ക്കൊന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല. പലതിനും കാണാറില്ല. ബൊഗെയിൻവില്ലയ്ക്കൊന്നും കാര്യമായിട്ടൊന്നും കീടങ്ങൾ കാണാറില്ല. അതുപോലെ ഇവിടെ ഒരു വലിയ ലെമൺ സൈപ്രസ് ചെടി ഉണ്ട്. ഒരു മരം പോലെയൊക്കെ ആയി വരും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കും. ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതിനും കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. മിക്കവാറും എല്ലാം പച്ചക്കറികൾ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളതാണല്ലോ കീടങ്ങൾക്കും ആവശ്യം എന്ന് ഞാനും കരുതും.